ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്. ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഫാമിലി, എൻ്റെ സിസ്റ്റർ, എൽഡർ സിസ്റ്റർ, ആരെ കുട്ടികൾ, ജിജു ഒക്കെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഐ മീൻ ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. അപ്പോൾ സമ്മർ വെക്കേഷന് വന്നതാണ്. ഫ്യൂ ഡേയ്സേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫഞ്ചൂര പോവാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ക്യാപ്ചർ ചെയ്തായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ആദ്യം ദാസരഹള്ളി മെട്രോ സ്റ്റേഷൻ പോയി അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു. പിള്ളേരെ കൊണ്ട് തന്നെ എടുപ്പിച്ചു കേട്ടോ. അവർക്കൊരു അതൊക്കെ ഒരു മെമ്മറി അല്ലേ, പിള്ളേർക്ക് അതൊക്കെ ചെയ്യുമ്പോൾ ഒരു ഹാപ്പിനെസ് അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ എത്തി. ടിക്കറ്റ് താഴത്തെ ഫ്ലോറിലാണ്, മേലോട്ട് അപ്സ്റ്റെയറിലോട്ട് നമ്മൾ വന്നു. ഞങ്ങൾ ദാസരഹള്ളിയിൽ നിന്നാണ് മെട്രോ പിടിക്കുന്നത്. സോ ഇതിപ്പോൾ സെക്കൻഡ് സ്റ്റേഷനാണ്. നാഗസാന്ദ്രയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സെക്കൻഡ് സ്റ്റേഷനാണ് ദാസരഹള്ളി. അപ്പോൾ അത്ര റഷ് ഉണ്ടാകത്തില്ല. നോർമലി നല്ല റഷാണ് വീക്ക് ഡേയ്സ്, വീക്കെൻഡ്സിലൊക്കെ. ഞങ്ങൾ പോയ സമയത്ത് ഇത്തിരി കുറവായിരുന്നു റഷ്. പക്ഷേ ഇത് സെക്കൻഡ് സ്റ്റേഷനാണല്ലോ, അങ്ങോട്ട് പോകുന്നതൊരു നല്ല റഷായിരുന്നു. അപ്പോൾ നമ്മൾ കയറി വന്നതും ഒരു ട്രെയിൻ അങ്ങോട്ട് പോയി. സോ 7 മിനിറ്റ്സിൽ ഓരോ ട്രെയിൻ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട്, നമ്മൾ കയറാൻ പോവാണ്. പൊതുവെ ഞാൻ കയറുമ്പോൾ വീഡിയോസൊന്നും എടുക്കാത്തതുകൊണ്ട് ആദ്യം ഞാൻ എവിടെ സീറ്റുണ്ടെന്ന് നോക്കി വേഗം കയറിയിരിക്കും. ഇതിപ്പോൾ ഫോൺ കയ്യിലുള്ളത് കൊണ്ട് അതൊന്നും പറ്റിയില്ല. ആൾക്കാരൊക്കെ അപ്പോഴത്തേക്ക് ഒക്യുപ്പൈ ചെയ്തു. ഓൾറെഡി ആൾക്കാരുണ്ടായിരുന്നു ട്രെയിനിൽ. അപ്പോൾ ഒരാൾക്കേ സീറ്റ് കിട്ടിയുള്ളൂ. നമ്മളൊക്കെ ഇങ്ങനെ നിന്ന് പോവായിരുന്നു. പക്ഷേ ഇപ്പോൾ ടൈം പോയതറിഞ്ഞില്ല. ഔട്ട് സൈഡ് വ്യൂ, നല്ല വ്യൂസ് ഉണ്ട് ഔട്ട് സൈഡ്. ഇവർ ആദ്യമായതുകൊണ്ട് ഇവരുടെ അടുത്ത് ഇങ്ങനെ ഓരോ സ്റ്റേഷൻ എത്തുമ്പോൾ ഇതിന്ന് സ്റ്റേഷനാണ്, ഇവിടെ ഇതുണ്ട് അതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പോവായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സീറ്റ് കിട്ടി. അപ്പം ഞാനും ഇരുന്നു. അപ്പം നമ്മൾ ഹാഫ് ആൻ അവർ ജേണിയാണ് മെട്രോയിൽ. നമ്മൾ മന്ത്രി സ്ക്വയറാണ് കേട്ടോ പോകുന്നത്. മജസ്റ്റിക് സ്റ്റേഷന് ഒരു സ്റ്റേഷൻ മുമ്പാണ് മന്ത്രി സ്ക്വയർ. നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഊബറോ ക്യാബ് പിടിച്ചിട്ട് നമ്മൾ ലുലു മോളിൽ പോകും. ലുലു മോളിലാണ് ഫഞ്ചൂര ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഷോപ്പിങ്ങും ഫഞ്ചൂരയിലെ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് അങ്ങനെ പോകാനാണ് ഇന്നത്തെ പ്ലാന്. അവർ വന്നതിൽ ആകെ ഒരു ദിവസമേ ഞാൻ വ്ളോഗ് എടുത്തിട്ടുള്ളൂ. ഇതും നമ്മളിപ്പോൾ മന്ത്രി സ്ക്വയർ എത്തി കേട്ടോ. അവിടെ ഇറങ്ങി ഇനി ഇവിടുന്ന് നമ്മൾ താഴെ പോയിട്ട് ക്യാബ് പിടിക്കും. ഇവിടെ പിന്നെ ഊബർ, ഓല അങ്ങനെയുള്ള ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒറ്റയ്ക്ക് പോകുന്നത്. അതും ഇവർക്ക് അറിയില്ലല്ലോ എവിടെയാണ് പോകേണ്ടതെന്ന്. എന്നെക്കാളും വലിയ ഇതൊന്നും ഇല്ല. ഇത് വെച്ചിട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്, അതും ഇവരെ കൂട്ടിക്കൊണ്ട്. പക്ഷേ ഒരു രസമുണ്ടായിരുന്നു. ഞാൻ അവരെ ലീഡ് ചെയ്യുമ്പോൾ എനിക്കൊരു ഹാപ്പിനെസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ താഴെ എത്തി ഊബറൊക്കെ പിടിച്ച് നമ്മൾ ലുലു മോളിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളൊരു 11-12 ആയി തോന്നുന്നു. എനിക്ക് ഉച്ചയൊക്കെ ആയി എത്താൻ. അപ്പോഴത്തേക്ക് നമ്മൾ ലുലു മോൾ ഇവിടെ മാത്രമേ വീഡിയോ എടുത്തുള്ളൂ കേട്ടോ. ഇതിനകത്ത് കയറിയപ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ അങ്ങനെ എടുത്തില്ല. ഞാനൊരു വ്ളോഗറാണെങ്കിലും എനിക്കൊന്നും ഇങ്ങനെയുള്ള വ്ളോഗൊക്കെ എടുക്കാൻ ഞാനിങ്ങനെ ഓരോന്നും കാണുമ്പോൾ അത് നോക്കി അങ്ങനെ പോകും. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഓർമ്മയിരിക്കില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ആദ്യം കയറി നമ്മളിങ്ങനെ കുറച്ചൊക്കെ ഷോപ്പിംഗ് ചെയ്തു, ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്തു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹൈപ്പർ മാർക്കറ്റിൽ പോയി. അതൊക്കെ കഴിഞ്ഞ് അവർക്കും ഷോപ്പിംഗൊക്കെ ഉണ്ടായിരുന്നു. അവർ ഡ്രസ്സൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫഞ്ചൂര കയറി. ഇതാണ് ഫഞ്ചൂര, ടോപ്പ് ഫ്ലോറിലാണുള്ളത്. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ലുലു മോൾ വേറെ ലുലു മോൾസിലൊക്കെ ഇത്രയും ഇതുണ്ട്. ട്രിവാൻഡ്രം ഉണ്ടെന്ന് തോന്നുന്നു, അറിയത്തില്ല. അങ്ങനെ പാലക്കാടുണ്ട്, പക്ഷെ അവിടെ ഇത്രയും ഇതൊന്നുമില്ല. സാധാ മോൾസിലുള്ള ഒരു ഫെസിലിറ്റിയൊക്കെ ഉള്ളൂ. ഇവിടെ റൂഫ് ടോപ്പ് എന്താ ഇതിനെ പറയുക, റോപ്പ് വേ ഉണ്ടല്ലോ. റൂഫ് ടോപ്പിൽ റോപ്പ് വേ ഉണ്ടായിരുന്നു. പിന്നെ ബാറ്റ് ഫ്ലൈ എന്ന് പറഞ്ഞിട്ട് ഈ കാണുന്ന ബാറ്റ് ഫ്ലൈ, പിന്നെ അവിടെ ഇരിക്കുന്ന ആ സംഭവങ്ങളൊക്കെ നമ്മളെല്ലാം ട്രൈ ചെയ്തു കേട്ടോ. എല്ലാറ്റിലും കയറിയായിരുന്നു. അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ടാണ് പോയത്. പിള്ളേരും നല്ലോണം എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് അവർ ഇതിലിരുന്നു കേട്ടോ. ഇതെന്താണെന്ന് പറയാം, ഓട്ടോ കാർ റേസിങ്ങോ ഇതെന്താ പറയുക, എനിക്കിതിൻ്റെ എക്സാക്ട് നെയിം അറിയത്തില്ല. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അവർ ഇതിൽ കയറി നമ്മളിത് കണ്ടു നിൽക്കായിരുന്നു പുറത്ത്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ 2 ആയിട്ടും സിംഗിളായിട്ടും ഇതിൽ കയറാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇതൊക്കെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ജംഗിൾ ബംപ് എന്ന് അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുള്ളത്. ഇതിന് എക്സാക്റ്റ് എന്താ പേര് പറയാമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവർ നന്നായിട്ട് കിഡ്സിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഈ ബോയ്സ് ആകുമ്പോഴത്തേക്ക് എസ്പെഷ്യലി അവർക്ക് ഇതൊക്കെ ഭയങ്കര താല്പര്യമാണ്. എനിക്കും ഇത് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് ടൈം പോയപ്പോൾ ഇതിലിരുന്നിട്ടുണ്ട്. അപ്പോൾ
അവരിതിലിരുന്നു, നമ്മൾ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നമ്മൾ ബാക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതിൽ കയറിയത്. ഇതിൽ ഞാൻ കുറച്ച് വീഡിയോസേ എടുത്തിട്ടുള്ളൂ, അത് ഞാൻ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ പിന്നെ നമ്മൾ ഓൾറെഡി മെട്രോയിൽ വന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും ജിജുവും അബുവും, അതായത് എൻ്റെ ഹസ്സും ഇത്തയുടെ ഹസ്സും, അവർ 2 വീലറിലാണ് വന്നത്. അവർ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ, ഇത് നമ്മൾ ട്രൈ ചെയ്തായിരുന്നു. പിന്നെ ഇതാണ് മെയിൻ, സിങ്കിങ് എന്നാണ് ഇതിൻ്റെ പുറത്ത് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ എക്സാക്ട് നെയിം എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്കിതുവരെ ഞാൻ ഇതുപോലത്തെ ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. എന്നാലും ഈ പ്രാവശ്യം ഞാൻ ഇതിൽ കയറി നമ്മൾ ഒന്നുമില്ല കേട്ടോ, ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ആ ഡ്രമ്മിന് അടുത്ത് നിൽക്കണം, പോയിട്ടിങ്ങനെ അതിൽ കാണുന്ന പോലെ നിന്ന് കഴിയുമ്പോൾ ഇത് സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് നമ്മുടെ കാലിനടിയിലുള്ള ആ ഒരു ഫ്ലോർ ഉണ്ടല്ലോ, അതങ്ങോട്ട് താഴോട്ട് പോയി ഒന്നുമില്ലാണ്ട് നമ്മളൊരു എംപ്റ്റി ഡ്രമ്മിൽ നിന്നൊരു ഫീലിംഗ് ആണ്. എന്നിട്ട് ഇതാണ് ഉള്ളൊരു വല്ലാത്തൊരു സ്പീഡിൽ ഇത് കറങ്ങും. എൻ്റെ അമ്മോ, ഞാൻ നിലവിളിച്ചൊരു ഇതായിരുന്നു. അന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് തല ഇറങ്ങി നടക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അബു എൻ്റെ കൈ പിടിച്ചാണ് കേട്ടോ താഴെ എന്നെ എത്തിച്ചത്. പിന്നെ ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ബാറ്റ് ഫ്ലൈയിങ് എന്തോ ഇതിന് പറയും. പക്ഷേ ഇതിൻ്റെയൊക്കെ എക്സാക്ട് നെയിം എനിക്കറിയത്തില്ല. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ ഇങ്ങനെ സ്ലോലി പൊങ്ങിയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇത് നല്ല സംഭവമാണ്. ഞാനും അബുവാണ് ഇരുന്നത്. പിന്നെ അദു യാസിനും ഹബീബും യാസിനും ഇരുന്ന് അദു സിംഗിളായിട്ടാണ് കേട്ടോ ഇരുന്നത്. എനിക്കിത് നല്ല സ്പീഡിലാണ് കറങ്ങുമ്പോൾ നമ്മളിങ്ങനെ സൈഡിലോട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ സീറ്റിൽ നിന്ന് കുറച്ചിങ്ങനെ ഇതുപോലെ നമുക്കൊരു ഫീൽ ചെയ്യും വീഴും എന്നുള്ളൊരു. പക്ഷെ വീഴത്തില്ല, അതിൻ്റെ സെക്യൂരിറ്റിയൊക്കെ അവർ ഇട്ടിട്ടുണ്ട്, ബെൽറ്റൊക്കെ. പക്ഷെ അദു സിംഗിളായിട്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, അവൻ എങ്ങനെ ഇരിക്കണം. ഞാനാണ് ഭയങ്കര, എനിക്ക് എല്ലാത്തും കയറിയിരിക്കുമ്പോൾ നിലവിളിയും ബഹളവുമാണ്. പക്ഷേ ഞാനത് നല്ലോണം എൻജോയ് ചെയ്യും. നിലവിളിക്കാണ്ടിരുന്നാൽ എനിക്ക് ഭയങ്കര ഹാർട്ട് ബീറ്റ് കൂടും, അതുകൊണ്ടാണ് ഞാൻ നിലവിളിക്കുക. പക്ഷേ എൻജോയ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതിൽ കയറി കേട്ടോ. ഇത് നല്ലൊരു ട്രെയിൻ പോലൊരു സംഭവം. ഇതും അത്യാവശ്യം നല്ല സ്പീഡുള്ളൊരു സാധനമാണ്. ഇതിന് മേലെ വരുമ്പോൾ കുഴപ്പമില്ല, താഴോട്ട് പോകുമ്പോൾ നമ്മൾ ഹാർട്ട് ബീറ്റ് ഡെമ്മെന്ന് പറഞ്ഞൊരു താഴോട്ട് ഇങ്ങനെ പെട്ടെന്ന് പോവും. നല്ല രസമുണ്ടായിരുന്നു. ഇതും എൻജോയ് ചെയ്തു. ആക്ച്വലി ഈ ഗെയിം സോണിൽ ഇരിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകത്തില്ല, നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യും, വേറെ തന്നെ ഒരു വൈബും വേറെ തന്നെ ഒരു മൂഡിലായിരിക്കും. ഇവിടുന്ന് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കാണ് സീന്. എന്താ വെച്ചാൽ ഇതിനകത്ത് ഭയങ്കര മ്യൂസിക്കും, ഈ എല്ലാറ്റിലും ഇരിക്കുന്ന ആൾക്കാർ നിലവിളിയാണ്. അപ്പോൾ ആ ഒരു ശബ്ദവും ബാക്കിയുള്ള ഗെയിമിങ്ങിൻ്റെ ഒക്കെ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആണ്. ഇതിന്ന് നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്, തലവേദന, ഒരുമാതിരി കുറച്ച് സമയത്തേക്ക് ഒന്ന് സെറ്റായി കിട്ടാൻ ടൈം എടുക്കും. പിന്നെ നല്ല വിശപ്പും കാണും കേട്ടോ, നല്ല ടയർഡായിരിക്കും, നല്ല വിശപ്പും കാണും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്ത് തന്നെയാണ് ഫുഡ് കോർട്ട്. അവിടെ പോയി നമ്മൾ ഷവർമ, KFC ചിക്കൻ, എംപയറിന് ഫുഡൊക്കെ മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. എന്നിട്ട് നമ്മൾ പിന്നെ മജസ്റ്റിക് പോയി, അവിടെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ, ഇവർക്ക് കുറേ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, ഇവർ ബാംഗ്ലൂർ വന്നതല്ലേ. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങൊക്കെ ചെയ്തു. ബാംഗ്ലൂർ ഫേമസ് ആണ് കാന്തി സ്വീറ്റ്സ്. അവിടെ പോയി അവിടുത്തെ സ്വീറ്റ്സൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തു, മേടിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഡയറക്റ്റ് ബസ് പിടിച്ചിട്ടാണ് പോയത്, മെട്രോ അല്ല. മെട്രോ ആണെങ്കിൽ നമ്മൾ ദാസരേലി ഇറങ്ങിയിട്ട് പിന്നെയും ബസ് പിടിക്കണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ബസ് കിട്ടും. അതൊരു ബിഗ് സ്റ്റോറി ആയിരുന്നു, എന്നാലും നമ്മൾ ബസ്സൊക്കെ പിടിച്ച് തിരിച്ചു പോയി. നെക്സ്റ്റ് വ്ളോഗിൽ കാണും വരെ ബൈ ബൈ.